ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്ന് KSRTCയുടെ RAC 375 ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ്. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് മാനന്തവാടി വരെ പോകുന്ന ബസ്സിൽ നമ്മൾ നെടുമ്പോയിൽ നിന്നും ഏകദേശം ഒരു 9:45 കയറിയത് കേട്ടോ. അപ്പോൾ ബസ് ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഈ 9:45 സമയത്തെന്ന് പറഞ്ഞാൽ വെയിൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ലാത്ത സമയമാണല്ലോ. അപ്പോൾ ഈ മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ്റെ രശ്മികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്തും വാഹനത്തിനും എല്ലാം ഇങ്ങ് പതിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. പൂർണ്ണതയില്ലല്ലോ വെയിലിന്. മരങ്ങളുടെ ചോലയുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റുമുണ്ട്. KSRTCൻ്റെ പൊതുവെ ഈ ഷട്ടർ ആയതുകൊണ്ട് ഷട്ടർ ഫുള്ളായിട്ട് മേലോട്ട് പൊന്തിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ബാക്ക് സൈഡ് സീറ്റിലേ ഉള്ളത്. അപ്പോൾ നല്ല മന്ദമാരുതനും സൂര്യരശ്മികളും ഒക്കെ അടിച്ച് ബാക്ക് സൈഡിലിരുന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എത്ര വൃത്തിയായിട്ടാണ് ചുരം കയറുന്നത് നോക്കിയുള്ളൂ. ഒരു പ്രത്യേക ഓളത്തിലാണ് വണ്ടി ചുരം കയറുന്നത്. അപ്പോൾ കൂടുതൽ അടിച്ചു പറിച്ച് ഗിയർ ഇടുകയോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാണ്ട് ഒരു ഓളത്തിന്. പൊതുവേ ചുരം കയറുന്ന വാഹനത്തിന് കയറ്റം കയറുന്ന സമയത്ത് ഒരുപാട് ഗിയർ ഇടേണ്ട ആവശ്യം വരികയില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരുപാട് ഇറിറ്റേഷനൊന്നുമില്ല. ഒരു ശരാശരി വേഗതയിൽ വണ്ടി ചുരം കയറുള്ളൂ. അപ്പോൾ വാഹനങ്ങൾ പൊതുവെ കുറവുള്ള റൂട്ടാണ്. നമ്മുടെ കൊട്ടിയൂർ പാൽച്ചുരം വഴി അങ്ങനെ ഉള്ളതുകൊണ്ട് ആൾക്കാരെപ്പോഴും യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ഇതിലെ യാത്ര ചെയ്യും. എങ്കിൽ കൂടി എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഓക്സിജൻ ലഭിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഗ്രാമാന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ വിയർപ്പ് തുടച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കേണ്ടി വരികയും നമ്മൾ ഒരുപാട് പൊല്യൂഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്ന സമയത്ത് റിലാക്സ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. പൂളക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പൂളക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് 28-ാം മൈൽ. അപ്പോൾ ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് ഈ ഇങ്ങേ സൈഡിൽ വലതുഭാഗത്തായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെയുള്ളവരൊക്കെ വളരെ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ശരാശരി ഒരു 500 രൂപ കൂലി ലഭിച്ചാൽ പോലും കുറച്ച് റേഷനരിയൊക്കെ മേടിച്ച് നാട്ടിലെ ചായക്കടയിലൊക്കെ വന്നിരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് നല്ല ചായയെല്ലാം കുടിച്ച് ഹാപ്പി ആയിട്ടാണ് ഇവിടെയുള്ളവർ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വഴിയും ഞങ്ങളുടെ ആനവണ്ടിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പിന്നീട് ഒരു വീഡിയോയുമായി എത്തുന്നതുവരെ ഒരുപാട് സ്നേഹത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം സന്തോഷ്. ബൈ.